എപ്പോഴെങ്കിലും ഒരു ലീഡറാകണം അല്ലെങ്കിൽ ഒരു ടീമിനെ നയിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ അല്ലേ? സാരമില്ല. ജീവിതത്തില് ലീഡ് ചെയ്യേണ്ടി വരുന്ന ഏതൊരാൾക്കും ഉപകാരപ്പെടുന്ന ഒരു വഴികാട്ടിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതാണ്: നമ്മളെ തന്നെ നയിക്കുക എന്ന കല. ശരിയാണ്, മറ്റുള്ളവരെ നയിക്കുന്നതിനു മുൻപ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മളെ തന്നെ എങ്ങനെ നയിക്കാമെന്നാണ്. കാരണം ഏതൊരു നല്ല ലീഡർഷിപ്പിന്റെയും തുടക്കം നമ്മുടെ ഉള്ളിൽ നിന്നാണ്, അല്ലേ? പുറത്തുള്ള ലോകത്തെ മാറ്റുന്നതിനു മുൻപ് നമ്മുടെ അകത്തെ ലോകമൊന്ന് ചിട്ടപ്പെടുത്തണം. അതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈയൊരു യാത്രയില് നമുക്ക് വഴികാട്ടിയാകുന്നത് ഹൗ ടു ഡെവലപ്പ് സെൽഫ് ലീഡർഷിപ്പ് എന്നൊരു ആർട്ടിക്കിളാണ്. അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോകുന്നത്. അപ്പോ എന്താണ് ഈ സെൽഫ് ലീഡർഷിപ്പ് അഥവാ സ്വയം നേതൃത്വം എന്ന് പറയുന്നത്? ഈ ലേഖനത്തില് അതിന് നല്ലൊരു നിർവചനം കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക കഴിവാണ്, ഒരു മനോഭാവമാണ്. ഒരു ടീമിന് അവരുടെ ലക്ഷ്യത്തിലേക്കെത്തിക്കാൻ വേണ്ട പോസിറ്റീവ് എനർജിയും ആത്മവിശ്വാസവും ഒക്കെ നമ്മളിൽ നിന്ന് തന്നെ ഉണർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ. അപ്പോ ഈ സെൽഫ് ലീഡർഷിപ്പിലേക്കുള്ള വഴി നമുക്കൊരു 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം, അല്ലേ? അതില് ഒന്നാമത്തെ ഭാഗം നമ്മുടെ ഉള്ളിലുള്ള അടിത്തറ ശക്തമാക്കുക എന്നതാണ്. ഈ അടിത്തറയ്ക്ക് 3 പ്രധാനപ്പെട്ട തൂണുകളുണ്ടെന്ന് പറയാം. ഒന്നാമത്തേത് സെൽഫ് അവെയർനെസ്, അതായത് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു ബോധം. രണ്ടാമത്തേത് പോസിറ്റിവിറ്റി, എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം. പിന്നെ മൂന്നാമത്തേത് സഹാനുഭൂതിയും വിശ്വാസവും, അതായത് എമ്പത്തിയും ഫെയ്ത്തും. അപ്പോ അതിലാദ്യത്തെ കാര്യത്തിലേക്ക് വരാം: ആത്മബോധം. എന്നുവെച്ചാൽ നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ്, നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ സത്യസന്ധമായിട്ടൊന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് എങ്ങനെ മെച്ചപ്പെടാമെന്നതിന് ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഇനി പോസിറ്റീവ് ചിന്തകളുടെ കാര്യമെടുക്കാം. അതിന്റെ ഒരു പവർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ നേടുന്ന ചെറിയ ചെറിയ വിജയങ്ങൾ പോലും നമുക്കെത്രമാത്രം കോൺഫിഡൻസ് തരുമെന്നറിയാമോ? ഈയൊരു മനോഭാവം നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ നമ്മൾ ഓരോരുത്തരും പോസിറ്റീവ് എനർജിയുടെ ഒരു പവർ ഹൗസായി മാറും, ഉറപ്പാണ്. അപ്പോ നമ്മുടെ ആന്തരികമായ അടിത്തറ റെഡിയായി. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. നമ്മുടെ സ്വഭാവം പ്രവൃത്തിയിലൂടെ എങ്ങനെ രൂപപ്പെടുത്താമെന്ന് നോക്കാം. അതായത് നമ്മളീ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനും 3 വഴികളുണ്ട്. ഒന്നാമത്തേത് എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു താൽപ്പര്യം. രണ്ടാമതായി സത്യസന്ധതയും ഉത്തരവാദിത്തവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും പറയുന്ന വാക്കുകളിലും അത് വേണം. മൂന്നാമത്തേത് ധൈര്യവും വിനയവും. വെല്ലുവിളികളെ നേരിടാൻ ധൈര്യം വേണം, അതേസമയം മറ്റുള്ളവരെ കേൾക്കാൻ വിനയവും വേണം. ഒന്ന് ആലോചിച്ചു നോക്കൂ, എപ്പോഴും പഠിക്കാൻ തയ്യാറുള്ള തുറന്ന മനസ്സുള്ള ഒരാളെ നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ? അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ പോലും സ്വയം വളരാനും പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുമുള്ള ഓരോ അവസരങ്ങളായിട്ടാണ് അവർ കാണുന്നത്. സത്യസന്ധതയുടെ മൂല്യം ബോധാത്താൻ ഈ ലേഖനത്തിൽ വളരെ മനോഹരമായ ഒരു ഉപമയുണ്ട്. പൂജ്യ ഗുരുദേവ് പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നു, 1000 മുത്തുകൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വജ്രം പോലെയാണ് സത്യസന്ധനായ ഒരു വ്യക്തി. സത്യസന്ധതയും ഉത്തരവാദിത്തവും ഒരുമിച്ച് പോകുന്ന 2 കാര്യങ്ങളാണ്. സത്യസന്ധത നമ്മുടെ മനസ്സിനൊരു സമാധാനം തരും, ഒരു ആത്മബലം തരും. അതേസമയം ഉത്തരവാദിത്തത്തോടെ നമ്മുടെ ജോലികൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ കടമ ശരിയായി ചെയ്തു എന്നുള്ളൊരു സംതൃപ്തിയും നൽകും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഘട്ടങ്ങൾ കഴിഞ്ഞു. ഇനി അവസാനത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ 3ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം: ഒരു സ്ട്രാറ്റജിക് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക, അതായത് നമ്മുടെ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുക. ഇതിനും 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത്, നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നല്ല വ്യക്തത വേണം. 2, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട അറിവും കഴിവും നമ്മൾ നേടണം. മൂന്നാമതായി, നമ്മുടെ കയ്യിലുള്ള സമയം, അതായത് വർത്തമാനകാലം, ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പോ ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിവുകൾക്ക് ചേരുന്നൊരു ലക്ഷ്യം തിരഞ്ഞെടുക്കുക എന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം താനേ കൂടും. ഈയൊരു ആത്മവിശ്വാസമാണ് ഏതൊരു നല്ല ലീഡറുടെയും ഏറ്റവും വലിയ ശക്തി, അവരുടെ അടിത്തറ. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ഭാവിയുടെ താക്കോൽ മറ്റാരുടെയും കയ്യിലല്ല, അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് നമ്മുടെ നാളെയെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷം നമ്മുടെ കയ്യിലുള്ള ഈ വർത്തമാനകാലം അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക.
അപ്പോ നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം. ശക്തമായ ഒരു ആന്തരിക അടിത്തറ, പ്രവൃത്തിയിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന നല്ലൊരു സ്വഭാവം, പിന്നെ ലക്ഷ്യബോധത്തോടെയുള്ള ഒരു സ്ട്രാറ്റജിക് മൈൻഡ്സെറ്റ്. ഈ 3 കാര്യങ്ങളും ചേരുമ്പോഴാണ് യഥാർത്ഥ സെൽഫ് ലീഡർഷിപ്പ് ഉണ്ടാകുന്നത്. അപ്പോ നിങ്ങളുടെ ലീഡർഷിപ്പ് യാത്ര ഇപ്പോ ഈ നിമിഷം തന്നെ തുടങ്ങുകയാണ്. നിങ്ങൾ വെക്കാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷ് അഖണ്ഡജ്യോതി മാഗസിന്റെ 2020 മാർച്ച്-ഏപ്രിൽ ലക്കത്തിലെ ഹൗ ടു ഡെവലപ്പ് സെൽഫ് ലീഡർഷിപ്പ് എന്ന ലേഖനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പേജ് നമ്പർ 40-41 നിങ്ങൾക്കിത് വായിക്കാം. ഇത്രയും നേരം ഇത് കേട്ടോണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി.